വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, നിങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നമാണ്, ഒരുപാട് ക്ലാസ്സിൽ കമന്റ്സ് കാണുന്നതാണ്. മിസ്, എനിക്ക് ഹിന്ദി എഴുതാൻ അറിയില്ല അല്ലെ? കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ ഒറ്റയ്ക്ക് ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വലിയ പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം നമ്മൾ ഒരുപാട് ചാപ്റ്ററുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് കഥകളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ആ കവിത എന്ത് പറയുന്നു, ഇതിനെ നമ്മൾ മനസ്സിലാക്കി എടുത്തതിനെ ഇനി നിങ്ങളുടെ ഭാഷയിൽ വേണം എക്സാമിന് ആൻസർ ചെയ്യാൻ അല്ലേ? കുറേയൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കും. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കൊരു സെൻറ്റൻസ് എഴുതാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ആൻസർ നിങ്ങൾക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹിന്ദിയാക്കി എഴുതാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഹിന്ദി ഒരു പ്രയാസമേ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ 5th to 7th വരെ നിങ്ങൾ കുറേ ക്ലാസ്സുകളിൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്ത് പഠിച്ചു? കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് വാക്കുകൾ പഠിച്ചു. അപ്പോൾ ഈ വാക്കിനെ നമുക്കിനി സെൻറ്റൻസ് ആക്കിയിട്ടാണ് വേണ്ടത്. നിങ്ങളിനി സെൻറ്റൻസ് ആക്കാനാണ് പോവേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു കഥയുടെ കുറച്ച് ഭാഗമുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇതിലൊരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം അല്ലേ? गांव में एक किसान रहता था. गांव में एक किसान रहता था जो दूध से दही और मक्खन बनाकर बेचने का काम करता था. एक दिन बीवी ने उसे मक्खन तैयार करके दिया. वो उसे बेचने के लिए अपने गांव से, ഞാൻ പറഞ്ഞ ഒരു കഥയുടെ കുറച്ച് ഭാഗമാണ് ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ ഒരു കഥ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗാവ് എന്നതൊരു വാക്കായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ അല്ലേ? ഏക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിസാൻ നിങ്ങൾക്ക് അർത്ഥം അറിയാം അല്ലേ? ഇനി രഹന എന്ന് പറഞ്ഞാൽ അറിയാം, ദൂത് അറിയാം, ദഹി അറിയാം, മഖൻ അറിയാം അല്ലേ? അപ്പോൾ ഇതിൽ ധാരാളം വാക്കുകളും നിങ്ങൾക്കറിയുന്നതാണ്. പക്ഷേ ഈ വാക്കുകളെ എല്ലാം കൂട്ടി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് പ്രയാസം. ആ പ്രയാസം എവിടെയാണ് അനുഭവപ്പെടുന്നത് നോക്കൂ. ഗാവുമേ. ഗാവുമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഗ്രാമത്തിൽ. ദൂദ് സേ. കണ്ടോ, ഈ ചെറിയ മേ അല്ലെങ്കിൽ സേ അല്ലേ? ഇത്തരം ചെറിയ ആളുകളാണ് ഈ വാക്കുകളെ ബന്ധിപ്പിച്ചൊരു സെൻറ്റൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്ന, നമ്മൾ സെൻറ്റൻസിൽ എഴുതുന്ന ഈ മേ, സേ, കാ അല്ല, ഒരുപാടുണ്ട്. കാ, കെ, കി ഒക്കെ ഉണ്ട്. നെ, ഇതൊക്കെ എന്താണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നതെന്ന് അറിയാമോ? വിഭക്തി പ്രത്യയ് എന്ന് പറയും. എന്താണ് വിഭക്തി പ്രത്യയ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ അവൻ്റെ, അവളുടെ, വീടിൻ്റെ, മേശയുടെ അല്ലേ, മുകളിൽ, ഉള്ളിൽ, ഇങ്ങനെ നമ്മൾ ഒരുപാട് വാക്കുകളോടൊപ്പം ഇതൊക്കെ ചേരുമ്പോഴല്ലേ നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് അതിനൊരു അർത്ഥം കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ഹിന്ദിയിലും അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ, കുറച്ച് പ്രയോഗങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് ഇതാണ്. കാ, കെ, കി, കോ, സേ, ഖേ, ലിയേ, മേ, പർ, നെ. ഇനി ഇതിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾ നന്നായി ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ് കാ, കെ, കി എന്ന് പറഞ്ഞാൽ? കാ, കെ, കി എന്ന് പറയുന്നത് ൻ്റെ അല്ലേ, അവൻ്റെ, അവളുടെ, ഡേ, പിന്നെ ഉള്ള, ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു വാക്കിനെ അവൻ്റെ, അവളുടെ, അല്ലേ, ഉള്ള, ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതിനാണ് നമ്മൾ കാ, കെ, കി ഇത് മൂന്നും പ്രയോഗിക്കുന്നത്. ഇത് മൂന്നിൻ്റെയും അർത്ഥം ഒന്നാണ്, പക്ഷേ ഇതിൻ്റെ പ്രയോഗിക്കുന്ന രീതിയാണ് വ്യത്യാസം. അത് നമുക്ക് പറയാം. ഇനി കോ. കോ എന്താണ്? ന്, ക് അല്ലേ? ഉസ്കോ, അവന്. എന്താണ്? ഉസ്കോ, അവന് അല്ലെങ്കിൽ അവൾക്ക് എന്നൊക്കെ അവിടെയാണ് നമ്മൾ കോ പ്രയോഗിക്കുന്നത്. ഇനി സേ. സേക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഇൽ, ഓട് എന്ന് വെച്ചാൽ, ഓട് എന്ന് പറഞ്ഞാൽ അവളോട് അല്ലേ, ഉസ്സേ. ഇനി അത് കൂടാതെ കൊണ്ട്, ആക്കോസേ ദേഖ്തേ ഹേ, കണ്ണ് കൊണ്ട് കാണുന്നു. അപ്പോൾ അവിടെ അർത്ഥം എന്താണ്? കൊണ്ട്. ഇനി നിന്ന്, ഏക് സേ ദസ് തക് അല്ലേ, 1 മുതൽ 10 വരെ. ഏക് സേ ദസ് തക്, 1 മുതൽ 10 വരെ. ഇനി അതല്ലെങ്കിൽ മുതൽ, എന്താണ്? ദില്ലി സേ കേരള തക്, ദില്ലി മുതൽ
കേരള വരെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് നോക്കിയിട്ട് വേണം ഇതിലേതാണ് സേയുടെ അർത്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ദില്ലി സേ, ദില്ലിയിൽ നിന്ന്, അല്ലെങ്കിൽ ദില്ലി മുതൽ, ഏക് സേ, ഒന്ന് മുതൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കാം. ഇനി കേലിയെ, കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ പ്രയോഗിക്കുന്നതാണ് അല്ലേ കേലിയെ. മേ, മേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ അല്ലേ, ഉള്ളിൽ എന്നൊക്കെ അർത്ഥം. ഇൽ, പേനയിൽ അല്ലേ, കുപ്പിയിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ എന്നതിനെ സൂചിപ്പിക്കാൻ നമ്മൾ പ്രയോഗിക്കും. ഇനി പർ എന്ന് പറഞ്ഞാലോ, പർ എന്ന് പറയുമ്പോൾ ഓൺ, മുകളിൽ, മേൽ അല്ലേ, മേശമേൽ, മേശമേൽ, ബുക്കിന്മേൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴാണ് പർ. ഇനി നേ, നേ എന്ന് പ്രയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരാൾ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു, അതിനെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? ആ ആളുടെ പേരിനോടൊപ്പം നേ ചേർക്കും. എന്ന് വെച്ചാൽ പേരിൻ്റെ കൂടെ ന് എന്നൊരു പ്രയോഗം വരും. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് നോക്കാം. നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് വിഭക്തി പ്രത്യയങ്ങൾ വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ടുള്ളത് നോക്കൂ. വഹ് ഷഹർ സേ ആതാ ഹേ, കണ്ടോ, അവൻ നഗരത്തിൽ നിന്ന് വരുന്നു. വഹ് ഷഹർ സേ ആതാ ഹേ. സീത കൽ സേ ബീമാർ ഹേ. അപ്പൊ എന്താണ് സേയുടെ അർത്ഥം? കൽ സേ, ഇന്നലെ മുതലേ അല്ലേ. സീത കൽ സേ, സീത ഇന്നലെ മുതലേ രോഗിയാണ്. ബീമാർ, രോഗി. കലം മേ സ്യാഹി നെഹി ഹേ, കലം മേ സ്യാഹി നെഹി. അപ്പൊ ഇവിടെ കലം, സ്യാഹി എന്നൊക്കെ വേറെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് ആവോ? ഇല്ല. അപ്പോൾ ഈ സെൻറ്റൻസിന് അർത്ഥം കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഈ വിഭക്തി പ്രത്യയങ്ങൾ വഹിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കലം മേ സ്യാഹി നെഹി ഹേ അല്ലെ, പേനയിൽ മഷിയില്ല. തും കഹാ സേ ആ രഹേ ഹോ, നീ എവിടെ നിന്ന് വരുന്നു അല്ലെ. ചോദ്യം നോക്കൂ, എവിടെ നിന്ന് വരുന്നു. ഗഡി ദീവാർ പർ ഹേ, ഗഡി ദീവാർ പർ ഹേ അല്ലേ. അപ്പോൾ ഓരോ പ്രയോഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഹൈസ്കൂൾ ആണെങ്കിൽ പോലും നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ഒരു 5th ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു 6th ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കാണാം അല്ലേ. ഇപ്പം ഗർമേ, ഒരു സെൻറ്റൻസ് നിങ്ങൾ കാണാണ്. ഗർമേ മാതാ പിതാ ഓർ മേ ഹെ, ഓർ മേ. അപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മറുപടി ആയിട്ട് പറയും അല്ലേ, ഗർമേ മാതാ പിതാ ഓർ മേ, അത് കൂടാതെ ഞാനും. അപ്പം ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ മക്കളെ. പല കുട്ടികൾക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ് അല്ലേ. മേ, മേ ഇവിടെ ഞാൻ എന്നാണ് അർത്ഥം, ഐ എന്നാണ് അർത്ഥം അല്ലേ. പക്ഷെ ഇവിടെ വിഭക്തി പ്രത്യയത്തിലോ ഗർമേ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ, വീട്ടിൽ എന്നാണ് അർത്ഥം കേട്ടോ. ഗർമേ, സ്കൂൾ മേ. ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് നീ എവിടെയാണ് എന്നൊരു ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ എങ്ങനെ പറയും? അഭി മേ ഗർമേ ഹൂം അല്ലേ. ഇപ്പം ഞാൻ എവിടെയാണ്? വീട്ടിലാണ്. ഇനി അത് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറയാം, അത്രയും ലെങ്തി ആക്കണ്ട. തെറ്റുമെന്ന് പേടിയുണ്ടെങ്കിൽ ഗർമേ എന്ന് പറയാം, അതല്ലെങ്കിൽ സ്കൂൾ മേ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചെറിയ ചെറിയ സെൻറ്റൻസിലൂടെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അതിനാദ്യം നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക. ആ സെൻറ്റൻസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു സെൻറ്റൻസ് എഴുതി നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എഴുതുവാൻ അത് എളുപ്പമായിരിക്കും. എഴുതുവാനുള്ള ആ ഒരു എന്താ പറയുക കപ്പാസിറ്റി, ആ ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യവുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.